സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. ആ സുവിശേഷത്തിലെ ഒരു വാക്യമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആരെക്കുറിച്ച് പറഞ്ഞു എന്നാണ് ആ വാക്യം. ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും വചനം അറിയാവുന്നവർക്ക് മനസ്സിലായി. നല്ല അറിയാത്തവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വാക്യം എവിടെയാണ് എന്ന് നിങ്ങളോട് കമൻറ്റിൽ കൂടെ റിപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. ദൈവഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്ന് പകൽ ഈ ദൈവവചനം ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വഴിയിൽ നിന്നും, നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. എൻ്റെ മെസ്സേജ് കേൾക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും കൂടെ നമുക്ക് ഇതിൽ കൂടെ ചെയ്യുകയും ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. സ്തോത്രം. നല്ല വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആശ്രയം എന്നുള്ളത് തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണ് ആശ്രയം എന്നുള്ളത്. അതിൽ ഒരുപാട് ആഴം അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അത് ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയൊരു ചിന്ത മുഴുവനും പറയുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ചെറിയ ചിന്ത, അതിൻ്റെ മൂലഭാഗമോ മൂലാർത്ഥങ്ങളോ ഒന്നും ഇപ്പോൾ ഇവിടെ ചിന്തിക്കാൻ സമയമില്ല. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എന്താണ് ആശ്രയം? ഒരു വ്യക്തിയെയോ മറ്റെന്തെങ്കിലും ഏതെങ്കിലും വിഷയത്തിലോ മറ്റെന്തിനെയോ ആശ്രയിക്കുക, എന്നാൽ അതിൽ തന്നെ വിശ്വാസം വയ്ക്കുകയും അതിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആശ്രയം എന്നർത്ഥമാക്കും. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം എന്നാലത്ത് ആശ്രയവും വിശ്വാസവും ഏകദേശം ഒരേപോലെ പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആശ്രയവും വിശ്വാസവും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ. ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുകയും മറ്റുള്ളവരിലോ മറ്റുള്ള വസ്തുക്കളിലോ ആശ്രയം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ദൈവത്തിലുള്ള ആശ്രയം, ആത്മീയമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആശ്രയം. അഥവാ നമുക്കറിയാം, ഉദാഹരണത്തിന് ശത്രുക്കൾ രാജ്യത്തിന് എതിരെ യുദ്ധത്തിന് വരുമ്പോൾ ശത്രു സൈന്യം കൊട്ടാരം വളഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ രാജാവ് മറ്റുള്ള രാജ്യത്തെ രാജാക്കന്മാരെ ആശ്രയിക്കുന്ന പോലെ എന്നെയും എൻ്റെ രാജ്യത്തെയും രക്ഷിക്കാൻ പറ്റുമോ ഉടമ്പടി ചെയ്യുന്നു. അതിനെ ആശ്രയമെന്ന് പറയാം. ഒരു നിവൃത്തിയുമില്ലാതെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല എന്ന സ്ഥിതി വരുമ്പോഴാണ് നാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. അത് വ്യക്തിയെയോ വസ്തുവിനെയൊക്കെ നമ്മൾ ഒരു പക്ഷേ മനുഷ്യമായി ചിന്തിക്കുമ്പോൾ ആശ്രയിച്ചു പോയേക്കാം. എന്നാൽ ദൈവിക കാര്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ ഒരുത്തനെ ആശ്രയിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഈ വാക്യം. അവൻ ഒരുത്തനെ ആശ്രയിച്ചു. ആ വാക്യം നിങ്ങൾ
അറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാക്യം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ അറിയാത്തവരെ കമൻറ്റ് ചെയ്യുക. അവൻ ഒരുത്തനെ ആശ്രയിച്ചു. ആരെയാണ് ആശ്രയിച്ചത്? ക്വസ്റ്റ്യനും കൂടെയാണ്. ദൈവത്തിന് മഹത്വം. അവൻ ആ ദേശത്തിലെ ഇപ്പം നിനക്ക് പിടി കിട്ടിക്കാണും. ഒരുവനെ ആശ്രയിച്ചു. അതവനെ ആശ്രയിച്ചിട്ടും അവന് വലിയ പ്രയോജനമുണ്ടായില്ല, രക്ഷപ്പെട്ടില്ല. അവൻ്റെ അവസ്ഥകളെ മറന്നു, നല്ല പദവിയും നല്ല അവസ്ഥയൊക്കെ മറന്നവൻ ജീവിച്ചു. എന്നാൽ തൻ്റെ കുറ്റം, തൻ്റെ പാപം, തൻ്റെ അകൃത്യം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ മഹാപാപം, അകൃത്യത്തിൻ്റെ ആ കഠോരത അവന് മനസ്സിലായപ്പോൾ അവൻ ആ കുറ്റം ഏറ്റുപറയുവാനിടയായി. ആ പാപത്തെ ഏറ്റുപറയുവാൻ തീരുമാനിച്ചപ്പോൾ വലിയ നരകത്തിൽ നിന്ന്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ നരകയാതനിൽ നിന്ന്, നരകത്തിൻ്റെ അനുഭവത്തിൽ നിന്നും 1000 ആണ്ട് ആ അനുഭവത്തിലേക്ക് ഒരു വലിയ ചേഞ്ച് പെട്ടെന്നുണ്ടാകുക. പ്രിയരെ, ഇന്നും നാം പാപത്തിലും അകൃത്യത്തിലും ഒക്കെ നാം പരാജയത്തിലൊക്കെ തുടരുന്നുവെങ്കിൽ ദൈവജനം പറയുന്നു, നിങ്ങളുടെ ഏറ്റുപറച്ചിലും മുഖാന്തരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗസമാനമായ സമാധാനവും അനുഗ്രഹങ്ങളും നന്മകളുമായിരിക്കും. പാപങ്ങളെ നാം വെച്ച് പൊറുപ്പിക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥമായി നമ്മുടെ കുടുംബജീവിതമോ ആത്മീയ ജീവിതമോ ഒന്നും നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. ഒരു ഏറ്റുപറച്ചിലൂടെ നമുക്ക് കർത്താവിൻ്റെ നിരപ്പ് പ്രാപിക്കുവാനായിട്ടിടയായിത്തീരും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും പറയുന്നുണ്ടല്ലോ. ദൈവത്തെയും നമ്മെ അകറ്റുന്നത് എന്താണ്? നമ്മുടെ പാപമാണ്. നമ്മൾ ഏറ്റുപറയാത്ത ഹൃദയം, ഏറ്റുപറയാത്ത പാപങ്ങൾ, അകൃത്യങ്ങൾ. ആ പാപഭാരം ചുമക്കുന്ന ഇസ്രായേൽ ജനം മടങ്ങി വന്നില്ല. ഏറ്റുപറയുക, ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് ജഡത്തിൽ ആശ്രയിക്കുന്നവർ, സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം സൗന്ദര്യത്തിലും സ്വന്തം ബുദ്ധിയിലും പാരമ്പര്യത്തിലും ഒക്കെ ആശ്രയിക്കുന്നവരെ ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവരെ ഉണ്ട്. ഹൃദയത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിയിലും അവൻ്റെ സ്വയം കൺട്രോൾ നമ്മുടെ സ്വന്തം കഴിവിലൊക്കെ ആശ്രയിക്കുന്നവരുണ്ട്. ദൈവജനം വായിക്കുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണമായൊരു ഹൃദയത്തോടുകൂടെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളൂ എന്നാണ്. യഹോവയെ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളൂ. മനുഷ്യനെ നമ്മൾ ആശ്രയിക്കരുത്. പ്രഭുക്കന്മാരെ നമ്മൾ ആശ്രയിക്കരുത്. രഥങ്ങളിലും കുതിരകളിലും നമ്മൾ ആശ്രയിക്കരുത്. ദൈവത്തിന് മഹത്വം. പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നല്ല റൂട്ടിൽ പോകുവാൻ, ക്രിസ്തീയ ജീവിതം വളരെ അനുഗ്രഹീതപ്രദമായ രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾക്ക് കാണണമെങ്കിൽ അവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഉറച്ചിരിക്കും. ദൈവത്തിൻ്റെ ദയ അവനെ ചുറ്റിക്കൊള്ളും. മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്, സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, മക്കളിൽ ആശ്രയിക്കുന്നവരുണ്ട്, കഴിവിൽ ആശ്രയിക്കുന്നവരുണ്ട്, സമ്പത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. അപ്പോൾ 37-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിച്ചവർ നന്മ ചെയ്യും. ആരാണ് നന്മ ചെയ്യുന്നത്? ദൈവത്തിൽ, ഈ മുൻപ് പറഞ്ഞ അവയിലൊന്നും ആശ്രയിക്കാതെ യഹോവയിൽ മാത്രം, ദൈവത്തിൽ മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഈ മറ്റുള്ളവയൊന്നും ആശ്രയിക്കാറില്ല. ഇവരിൽ ആശ്രയിക്കുന്നവരൊന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവരല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാരും സൗന്ദര്യത്തിലോ സമ്പത്തിലോ രഥങ്ങളിലോ കുതിരകളിലോ മനുഷ്യരിലൊന്നും ആശ്രയിക്കുന്നവരായിരിക്കില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തെ മുറുകെ പിടിക്കാം, ദൈവത്തോട് പറ്റി നിൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആലോചന കേൾക്കാം, ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് പോകാം. പിന്മാറിപ്പോകാതെ വചനസത്യത്തിന് വേണ്ടി, ശുദ്ധിക്ക് വേണ്ടി
നിലനിൽക്കാം. ആൾ കൂടുന്നതിലൊന്നും കാര്യമില്ല പ്രിയരെ. ആൾ കൂടുന്നിടത്തൊന്നും ഒന്നും നടക്കുന്നില്ല. അവിടെ യേശുവില്ല. ആൾ കൂടുന്നത് കൊണ്ടും വലിയ ശബ്ദം കോലാഹലം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്നില്ല. അവിടെ ഉത്സവം പോലെ ഒരു ഉത്സവം നടക്കുന്നതിൻ്റെ പ്രകൃതിയാണ്. അവിടെ ഒന്നിനും സമയമില്ല. ഒരു ചടങ്ങ് പോലെ അത് കഴിയുന്നു. മറ്റാരെയൊക്കെയോ ഉയർത്തുന്നു, മറ്റാരെയൊക്കെയോ താഴ്ത്തുന്നു, മറ്റാരുടെയോ ഉയർച്ചയ്ക്ക് വേണ്ടിയും മറ്റാരുടെയോ പേരിന് വേണ്ടിയൊക്കെ അത് നടത്തപ്പെടുകയാണ്. അവിടെ ഒരൊന്നും നടക്കുന്നില്ല. ഒരാത്മാവ് പോലും അവിടെ രക്ഷിക്കപ്പെടുന്നില്ല. ഒരത്ഭുതം പോലും നടക്കുന്നില്ല. യേശുക്രിസ്തു ഉള്ളിടത്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. അല്ലാത്തിടം വെറും പെരുന്നാൾ പോലെ, ഉത്സവം പോലെ, ചടങ്ങ് പോലെ മാറും. പ്രിയരെ, തിരിച്ചറിയണം. ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.